ഈ പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് IIAAM ബാംഗ്ലൂർ, ആദിത്യ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബാംഗ്ലൂർ, ABMTR ബാംഗ്ലൂർ, സിംസ് ബാംഗ്ലൂർ, AJ ഏവിയേഷൻ അക്കാദമി ബാംഗ്ലൂർ. My name is Mahima. I'm from Delhi. I'm working with the airline as an in-flight manager. It's been more than 4.5 years with this company. I'm a student of IIAAM. IIAAM Foundation. Courses offered: BBM with Aviation, BCom with Aviation, BCA with Aviation and MBA with Aviation. വിശദ വിവരങ്ങൾക്ക് ഫോൺ 08032948811, മൊബൈൽ 7411222229, 9036197089, 9916516072, കേരള 9747163317. സ്കോളർഷിപ്പ് www.iiam.in/register. ഇമെയിൽ iiamblr@gmail.com. വെൽക്കം ടു എഡ്യൂക്കേഷൻ ഫോർ യു. ഹലോ ഫ്രണ്ട്സ്, ഏറ്റവും മികച്ച കോളേജുകളെയും ഏറ്റവും മികച്ച കോഴ്സുകളെയും പരിചയപ്പെടുത്തുന്ന എഡ്യൂക്കേഷൻ ഫോർ യു എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നിനക്ക് എന്താവണം? ഈ ക്വസ്റ്റ്യൻ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഒരു 5ാം ക്ലാസ് കഴിയുമ്പോൾ തൊട്ട് നമ്മുടെ പാരന്റ്സ് നമ്മളോട് ചോദിച്ചു തുടങ്ങും, നിനക്ക് എന്താവണം? ടീച്ചർ ആവണോ, ഡോക്ടർ ആവണോ, കളക്ടർ ആവണോ, എന്താവണം എന്ന്. ഒരു 8th സ്റ്റാൻഡേർഡ് കഴിയുമ്പോഴാവട്ടെ നമ്മുടെ ഫ്രണ്ട്സ് നമ്മളോട് ചോദിക്കും, നിനക്ക് എന്താവണം എന്ന്. അപ്പോഴും നമ്മളത് കൂളായിട്ട് വിട്ടുകളയും. പക്ഷെങ്കില് ഒരു 10th സ്റ്റാൻഡേർഡ് ഒക്കെ ആവുമ്പോ നമ്മളോട് തന്നെ ചോദിക്കും, എനിക്ക് എന്താവണം? അപ്പൊ അച്ഛനും അമ്മയും പറയും, +2 കഴിയട്ടെ, ഒന്നെങ്കിൽ മെഡിസിൻ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ്. ഇത് രണ്ടും കിട്ടിയില്ലെങ്കിൽ അപ്പൊ നോക്കാമെന്ന്. പക്ഷെ ശരിക്കും പറഞ്ഞാല് നമ്മൾ ഇതൊക്കെയാണോ ആഗ്രഹിക്കുന്നത്? ആ ആഗ്രഹങ്ങളെ എങ്ങനെ തിരിച്ചറിയാം? ചിലപ്പോ ഇതായിരിക്കും നമുക്ക് ചേരുന്നത്, ചിലപ്പോ ഇതല്ലായിരിക്കും. പക്ഷെ ഇതിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ, നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കോഴ്സ് തിരഞ്ഞെടുക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആരാണുള്ളത്? ആ കാര്യമാണ് നമ്മൾ ഇനി ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഹൈസ്കൂൾ എത്തുന്നത് മുതൽ മാതാപിതാക്കൾക്ക് കുട്ടികളെ കുറിച്ചുള്ള ഉത്കണ്ഠ അധികരിക്കുകയാണ്. ഏത് മേഖലയിലേക്കാണ് കുട്ടിയെ അയക്കേണ്ടത്? പല രക്ഷിതാക്കളും ഒരു തീരുമാനമെടുത്ത പോലെയാണ് പലപ്പോഴും പെരുമാറാറുള്ളത്. കുട്ടികളുടെ അഭിരുചി എന്താണ്, അവരുടെ താല്പര്യങ്ങൾ എന്താണ്, അവരുടെ കഴിവുകൾ എന്താണ്, അല്ലെങ്കിൽ ടാലൻസ് എന്താണ് ഉള്ളത് എന്നൊന്ന് പരിഗണിക്കാതെ ഏറ്റവും കൂടുതൽ സാധ്യതകളുള്ള ഒരു മേഖല അവർ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ വളരെയധികം തൊഴിൽ സാധ്യതയുള്ളൊരു മേഖലയാണ് IT. അപ്പോൾ കുട്ടിയുടെ താല്പര്യത്തിന് യാതൊരു മുൻഗണനയും നൽകാതെ തന്നെ ആ മേഖലയിലേക്ക് തള്ളിവിടുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് മറ്റുള്ള സമൂഹത്തിൽ ഒരു മാന്യതയുടെ കിട്ടാവുന്ന ഏതെങ്കിലും ഒരു തൊഴിൽ മേഖല, അല്ലെങ്കിൽ അവരുടെ ഒരു സ്വപ്നമായിരിക്കുന്ന ഒരു തൊഴിൽ മേഖലയിലേക്ക്, മാതാപിതാക്കളുടെ സ്വപ്നമായിരിക്കുന്ന, രക്ഷകർത്താക്കളുടെ സ്വപ്നമായിരിക്കുന്ന ഒരു തൊഴിൽ മേഖലയിലേക്ക് കുട്ടികളെ അവരുടെ അനുവാദമോ അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങളോ പരിഗണിക്കാതെ തന്നെ അവരെ പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. ഇപ്പോഴുള്ള ഒരു രീതി എന്ന് പറയുന്നത്, നിങ്ങൾ എന്താണ് നിങ്ങളുടെ ജീവിതം കൊണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് കുട്ടിയോട് ചോദിക്കുന്നില്ല. പകരം അവരോട് ചോദിക്കുന്നത്, നീ എന്താണ് ഇന്ന മേഖലയിലുള്ളെങ്കിൽ, അല്ലെങ്കിൽ ഈ ജോലി ചെയ്യൂ, അല്ലെങ്കിൽ ഡോക്ടർ ആവൂ, എഞ്ചിനീയർ ആവൂ, അല്ലെങ്കിൽ എന്തെങ്കിലും. അത് മാതാപിതാക്കളുടെ താല്പര്യങ്ങളാണ്, കുട്ടികളുടെ താല്പര്യങ്ങൾ പരിഗണിക്കുന്നില്ല. കുട്ടികൾ നേരെ മറിച്ച് അവർ ആ കാലഘട്ടത്തിൽ എന്താണ് ചിന്തിക്കുന്നത്? തനിക്ക് അനുയോജ്യമായത് കണ്ടെത്തുന്നതിനുള്ള ഒരു ശ്രമം അവർക്ക് ആ സമയത്ത് ഈ പ്രഷറിലാണ് അവരുണ്ടാവുക. ഒന്നാമത് മാതാപിതാക്കളിൽ നിന്നുള്ള പ്രഷറുണ്ട്, പിയർ ഗ്രൂപ്പ്, അതായത് അവരുടെ ചുറ്റുമുള്ള ആൾക്കാരിൽ നിന്നുള്ള പ്രഷറുണ്ട്, പിന്നെ അധ്യാപകരിൽ നിന്നുള്ള പ്രഷറുണ്ട്. ഇതിനിടയ്ക്ക് അവർക്ക് സ്വന്തമായിട്ട് ഒരു തീരുമാനമെടുക്കാനുള്ള ഒരു സമയം, അല്ലെങ്കിൽ സ്വന്തമായി തീരുമാനമെടുക്കാനുള്ള അവസരം അവർക്ക് നിഷേധിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ അഭിരുചിയാണ് മുഖ്യ ഘടകം. ഓരോ കുട്ടിക്കും വ്യത്യസ്തമാണ് അഭിരുചി. മാതാപിതാക്കളും കുട്ടികളും ഈ കാര്യത്തെക്കുറിച്ച് അജ്ഞരാണ്. ആക്ച്വലി എന്താണ് ഈ അഭിരുചി? എന്താണ് അഭിരുചി, അല്ലെങ്കിൽ ഈ ആപ്റ്റിറ്റ്യൂഡ് എങ്ങനെ കണ്ടെത്താം? ഇത് ഒരു ഉപാധി എന്ന് പറയുന്നത് നമ്മൾ സ്വയം ചോദിക്കുക എന്നുള്ളതാണ്. എന്തൊക്കെയാണ് എൻ്റെ കഴിവുകൾ എന്ന് വളരെ നിശബ്ദമായിട്ട് നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ഇതിന് നിങ്ങൾക്ക് ഒരു ചെറിയൊരു ബ്രിസ്ക് വാക്ക് എടുക്കാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും തനിയെ ഇരിക്കുമ്പോൾ തന്നെ നമ്മളോട് തന്നെ നമ്മൾ ചോദിക്കുക, എന്തൊക്കെയാണ് എൻ്റെ താല്പര്യങ്ങൾ, എൻ്റെ ഇൻട്രസ്റ്റ് എന്താണ്, എന്തൊക്കെയാണ് എനിക്കുള്ള പ്രത്യേക കഴിവുകൾ, എന്തായിത്തീരണമെന്നാണ് എൻ്റെ ഒരു മോഹം എന്താണ്,
ഇത്തരം കാര്യങ്ങൾ ഒരു ഭാഗത്ത് നമ്മൾ നോട്ട് ചെയ്യുക. ഒരു പേപ്പറിൽ ഈ കാര്യങ്ങളൊക്കെ എൻ്റെ താല്പര്യം, എൻ്റെ ആഗ്രഹം, എൻ്റെ കഴിവുകൾ, ഇതെല്ലാം നമ്മൾ നോട്ട് ചെയ്യുക. ഇനി നമ്മൾക്കുള്ള പ്രത്യേക കഴിവുകൾ അത് നമ്മൾ പ്രത്യേകമായിട്ട് തന്നെ എഴുതണം. ഇതെല്ലാമാണ് എൻ്റെ സ്പെഷ്യൽ സ്കിൽസ് എന്നുള്ളത്. ആ സ്പെഷ്യൽ സ്കിൽസിനെ നമ്മൾക്ക് ഒരു പക്ഷേ ഇപ്പോൾ ഓരോരുത്തർക്കും ടെക്നിക്കൽ ബെൻഡ് ഉണ്ടാവാം. അതായത് സാങ്കേതികമായ ഒരുപക്ഷെ കമ്പ്യൂട്ടർ കൈകാര്യം ചെയ്യുന്നല്ലോ, മൊബൈൽ ഫോൺ കൈകാര്യം ചെയ്യുന്നല്ലോ, അല്ലെങ്കിൽ എന്തെങ്കിലും ടെക്നിക്കലായിട്ടുള്ള ഒരു ബെൻഡുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് സാങ്കേതികമായ ഒരു അഭിരുചി ഉണ്ടാകാം. ആ കുട്ടി വളരെ ചെറുപ്പത്തിൽ തന്നെ ഇത്തരം കാര്യങ്ങളിലൊക്കെ വ്യാപൃതനായിരിക്കും. ചില കുട്ടികൾക്ക് വരയ്ക്കാനോ അല്ലെങ്കിൽ ഡിസൈനിങ്ങിലോ, അല്ലെങ്കിൽ ചില കുട്ടികൾക്ക് പാട്ടുപാടാനായിരിക്കും, ചില കുട്ടികൾക്ക് ദൃശ്യങ്ങൾ ആവിഷ്കരിക്കാനായിരിക്കും. അപ്പോൾ ഇത്തരം ഒരുപാട് കഴിവുകൾ നമ്മളുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ സ്വയം ഒരു പരിധിവരെ നമ്മൾ സ്വയം ചോദിക്കുക. ഇതിനെ ജനറലായിട്ട് പറഞ്ഞാൽ ഇത്തരം ചില പ്രത്യേക കഴിവുകളുടെ ഒരു സെറ്റിനെയാണ് അഭിരുചി എന്ന് പറയുന്നത്. അതൊരു ജനറലൈസേഷനാണ്. ഇത് വളരെ വ്യക്തമായിട്ട് തന്നെ ഇന്ന് കണ്ടെത്താനുള്ള സങ്കേതങ്ങൾ ഇന്ന് നിലവിലുണ്ട്. ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങളാണ്. അഭിരുചി എന്ന് പറയുന്നത് ഒരു ജനറലായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മളുടെ താല്പര്യം, നമ്മളുടെ ഇൻട്രസ്റ്റ്, നമ്മളുടെ പ്രത്യേക കഴിവുകൾ, നമ്മളുടെ ആഗ്രഹം, ഇതെല്ലാം കൂടെ ചേർന്ന ഒരു കോമ്പിനേഷനെ നമ്മൾക്ക്, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞുള്ള സ്പെഷ്യൽ സ്കിൽസ്, ഇതെല്ലാം ചേർന്ന ഒരു കോമ്പിനേഷനെ നമ്മൾക്ക് ഇപ്പോൾ തൽക്കാലം അഭിരുചി എന്ന് ഡിഫൈൻ ചെയ്യാം. അഭിരുചി എങ്ങനെ കണ്ടെത്താം? ഇതായിരുന്നില്ലേ നിങ്ങളുടെ സംശയം? ഇതത്ര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. ഇപ്പോ അഭിരുചി കണ്ടെത്താനായി നമുക്ക് വിദഗ്ധരുണ്ട്. അതുപോലെ തന്നെ ഒട്ടനവധി ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളുണ്ട്. അങ്ങനെ വിവിധ മാർഗങ്ങളിലൂടെ ഒരു കുട്ടിക്ക് തന്റെ അഭിരുചി കണ്ടെത്താം. ഇന്ന് വിവിധ തരം മെത്തേഡുകളുണ്ട്. അഭിരുചി കണ്ടെത്തുന്നതിനുള്ള വിവിധ ടെക്നിക്കുകൾ ഇന്ന് അവൈലബിൾ ആണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്വയം ചോദ്യങ്ങൾ ചോദിക്കാം. ഒരു പരിധിവരെ നമ്മൾക്ക് എന്താണെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഓവറോൾ ഒരു ഐഡിയ, ഒരു ആശയം നമുക്ക് രൂപീകരിക്കാം. എന്നാൽ വളരെ വ്യക്തമായി തന്നെ ഏകദേശം ഒരു 70 to 80% അല്ലെങ്കിൽ ഒരുപക്ഷെ ഏകദേശം 80-90% വരെ നമ്മൾക്ക് നമ്മളുടെ അഭിരുചി എന്താണെന്ന് കണ്ടെത്തുന്നതിനുള്ള മെത്തേഡുകളും ടെക്നിക്കുകളും അതുപോലെയുള്ള സങ്കേതങ്ങളും ഇന്ന് അവൈലബിൾ ആണ്. അതിൽ ഇപ്പോൾ സൈക്കോമെട്രിക് ടെസ്റ്റുകളാണ് പറയാറുള്ളത്. സൈക്കോമെട്രിക് ടെസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഒരു സീരീസ് ഓഫ് നമ്മൾക്ക് ചോദ്യാവലി ഉണ്ടാകും. ആ ചോദ്യാവലികൾ നമ്മൾക്ക് ഉത്തരങ്ങൾ നൽകാം. ഇതിന് ധാരാളം ചോദ്യങ്ങളുണ്ടാവും. നമ്മളെക്കുറിച്ചുള്ള നമ്മൾ ഉത്തരം നൽകേണ്ട ആത്മാർത്ഥമായും സത്യസന്ധമായും, അല്ലാതെ നമ്മളുടെ മുൻകൂർ നമ്മൾ തീരുമാനിച്ചിരിക്കുന്ന ഒരു അഭിപ്രായമല്ല പറയേണ്ടത്. ഇതിനോടൊക്കെ നമ്മൾ എന്താണെന്ന് നമ്മൾക്കാണ് അറിയേണ്ടത്. അപ്പോൾ അതിൻ്റെ സത്യസന്ധത നമ്മളുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവണം. എന്നാലേ ഉള്ളൂ നമുക്ക് ഇത്തരം ചോദ്യങ്ങളോട് വളരെ സത്യസന്ധമായി ഉത്തരം നൽകുകയാണെങ്കിൽ നമ്മൾക്ക് നമ്മളുടെ അഭിരുചി ഏകദേശം 80% അല്ലെങ്കിൽ 90% വരെ കണ്ടെത്താവുന്ന ടെസ്റ്റുകൾ, മെത്തേഡുകൾ അല്ലെങ്കിൽ അതിനുള്ള ടെക്നിക്കുകൾ ഇന്ന് അവൈലബിൾ ആണ്. നമ്മുടെ അഭിരുചി സ്വയം കണ്ടെത്താൻ കഴിയുമോ? അതിനുള്ള ചില ചോദ്യങ്ങളാണ് ഞാൻ ഇനി പറയുന്നത്. ആക്ച്വലി ഇത് ചോദ്യങ്ങളല്ല, 4 സ്റ്റേറ്റ്മെന്റുകളാണ്. ഇവ ശ്രദ്ധിച്ച് കേട്ട് ഈ 4 ചോദ്യങ്ങൾക്കും കൂടി ഒരു ഉത്തരം നിങ്ങളുടെ ഫോൺ നമ്പർ സഹിതം ഞങ്ങൾക്ക് അയച്ചു തരിക. ഞങ്ങളുടെ വിദഗ്ധർ നിങ്ങളുടെ ഉത്തരങ്ങൾ പരിശോധിച്ച് നിങ്ങളെ നേരിട്ട് വിളിച്ച് നിങ്ങളുടെ അഭിരുചികളെ കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും. സ്റ്റേറ്റ്മെന്റ് നമ്പർ 1, നിങ്ങൾ വായനയും ചിന്തയും ഇഷ്ടപ്പെടുന്നു. ശ്രദ്ധിച്ചു കേൾക്കുക. നിങ്ങൾ വായനയും ചിന്തയും ഇഷ്ടപ്പെടുന്നു. സ്റ്റേറ്റ്മെന്റ് നമ്പർ 2, നിങ്ങൾ നല്ല ആശയങ്ങൾ ഉൾക്കൊള്ളുന്നു, മറ്റുള്ളവ തള്ളിക്കളയുന്നു. നിങ്ങൾ നല്ല ആശയങ്ങൾ ഉൾക്കൊള്ളുന്നു, മറ്റുള്ളവ തള്ളിക്കളയുന്നു. സ്റ്റേറ്റ്മെന്റ് നമ്പർ 3, ഉദ്യോഗത്തിൽ, ബിസിനസ്സിൽ, രാഷ്ട്രീയത്തിൽ ഉന്നതിയിലെത്തിയവരെ നിങ്ങൾക്ക് ഇഷ്ടമാണ്. അവരെക്കുറിച്ച് അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. ശ്രദ്ധിച്ചു കേൾക്കുക. ഉദ്യോഗത്തിൽ, ബിസിനസ്സിൽ, രാഷ്ട്രീയത്തിൽ ഉന്നതിയിലെത്തിയവരെ നിങ്ങൾക്ക് ഇഷ്ടമാണ്. അവരെക്കുറിച്ച് അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. സ്റ്റേറ്റ്മെന്റ് നമ്പർ 4, നിങ്ങൾ പുതിയ ആശയങ്ങളെ ഇഷ്ടപ്പെടുന്നു. നിങ്ങൾ പുതിയ ആശയങ്ങളെ ഇഷ്ടപ്പെടുന്നു. ഈ 4 ചോദ്യങ്ങൾക്കും കൂടി ഒരു ഉത്തരം, വിശദമായ ഒരു ഉത്തരം ഞങ്ങൾക്ക് എഴുതി അയച്ചു തരിക. ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്. ഞങ്ങളുടെ വിലാസം എഡ്യൂക്കേഷൻ ഫോർ യു, കെയർ ഓഫ് ജീവൻ TV, പാലാരിവട്ടം, കൊച്ചി 25. ഞങ്ങളുടെ മെയിൽ ID mail.educationforyou@gmail.com. ജോലി ലഭിക്കുന്ന ഏറ്റവും മികച്ച കോഴ്സുകളെ കുറിച്ച് അറിയണോ? കാത്തിരിക്കും. ഒരു ചെറിയ ബ്രേക്കിന് ശേഷം തിരിച്ചു വരാം. ഈ പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് IIAAM ബാംഗ്ലൂർ, ആദിത്യ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബാംഗ്ലൂർ, ABMTR ബാംഗ്ലൂർ, സിംസ് ബാംഗ്ലൂർ, AJ ഏവിയേഷൻ അക്കാദമി ബാംഗ്ലൂർ. My name is Mahima. I'm from Delhi. I'm working with the airline as an in-flight manager. It's been more than 4.5 years with this company.
I'm a student of IIAAM. IIAAM Foundation. Courses offered: BBM with Aviation, BCom with Aviation, BCA with Aviation, and MBA with Aviation. വിശദ വിവരങ്ങൾക്ക് ഫോൺ 080-3294-8811, മൊബൈൽ 7411-22229, 9036-197089, 9916516072, കേരള 9747163317. സ്കോളർഷിപ്പ് www.iiam.in/register. Email iiamblr@gmail.com. ABMTR, Academy of Business Management, Tourism and Research. ABMTR, Hosur Main Road, Bangalore. എഡ്യൂക്കേഷൻ ഫോർ യു എന്ന പ്രോഗ്രാമിലേക്ക് തിരിച്ചു വരാം. വിദ്യാഭ്യാസത്തിന്റെ പരമമായ ലക്ഷ്യം എന്താണ്? ഒരു നല്ല ജോലി, ഒരു നല്ല ഭാവി, ഒരു നല്ല കുടുംബം, ഒരു നല്ല പൗരൻ. അതെ, നമ്മുടെ ഭാവി ഭദ്രമാക്കാൻ നമുക്ക് ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു ജോലി നാം കണ്ടെത്തണം. അതിന് ഇപ്പോഴേ നമ്മൾ പ്ലാനിംഗ് തുടങ്ങണം. യഥാർത്ഥ കോഴ്സ് തിരഞ്ഞെടുക്കുക എന്നതാണ് മുഖ്യ ഘടകം. യഥാർത്ഥ വിദഗ്ധർ നടത്തുന്ന അഭിരുചി ടെസ്റ്റുകൾ അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് വാല്യുവേഷൻ ടെസ്റ്റുകൾ നിങ്ങൾക്ക് തീർച്ചയായും ഫോളോ ചെയ്യാവുന്നതാണ്. അത് വിശ്വസനീയമാണ്. ഒരു പക്ഷേ നമ്മൾ കണ്ടെത്തിയ മേഖലകൾ റെക്കമെൻഡബിൾ ആണോ നമ്മളുടെ മാതാപിതാക്കൾക്കോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പിയർ ഗ്രൂപ്പിനോ അല്ലെങ്കിൽ നമ്മളെ ആശ്രയിക്കുന്ന ആൾക്കാർ, നമ്മളെ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നവരുടെ ഒരു മേഖലയുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ വ്യത്യസ്തമായിരിക്കാം. നമ്മൾക്ക് അതിലാണ് അഭിരുചി ഉള്ളത് എങ്കിൽ നമ്മൾ ആ മേഖലയിലേക്ക് തന്നെയാണ് പോകേണ്ടത്. നമ്മളുടെ ഉള്ളിലുള്ള നമ്മൾ ഓൾറെഡി കണ്ടുവച്ചിട്ടുള്ള ഒരു മേഖലയുണ്ട്. നമ്മൾ തീരുമാനിച്ചിട്ടുള്ള, കുട്ടി ജനിക്കുമ്പോഴോ അല്ലെങ്കിൽ 5ാം ക്ലാസ്സിലെത്തുമ്പോഴോ 10ാം ക്ലാസ്സിലെത്തുമ്പോഴോ അല്ലെങ്കിൽ 8ാം ക്ലാസ്സിലെത്തുമ്പോഴൊക്കെ മാതാപിതാക്കളോ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർ തീരുമാനിച്ച ഒരു മേഖലയുണ്ട്. ഇതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായ ഒരു മേഖലയിലായിരിക്കും കുട്ടിക്ക് താല്പര്യമുള്ളത്. 100% കുട്ടിക്ക് താല്പര്യമുള്ള മേഖലയിലാണ് അവന് എക്സൽ ചെയ്യാൻ പറ്റുന്നത്. ഏറ്റവും മികച്ച ഒരു ജോലി, ഇത് നമ്മളുടെ എല്ലാവരുടെയും സ്വപ്നമാണ്. ഇന്ന് ലോകം വളരെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതിനാൽ തന്നെ എല്ലാ മേഖലകളിലും ഒട്ടനവധി ജോലി സാധ്യതകളുണ്ട്. പക്ഷേ എങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്ക് വേണ്ടത് നമ്മളുടെ പഠനം കഴിഞ്ഞാൽ ഉടനെ ഒരു ജോലി. വരും കാലത്ത് ഏറ്റവും അധികം ജോലി സാധ്യതകളുള്ള മേഖലകൾ ഏതാണ്? അതെ, ടൂറിസം, ഹോസ്പിറ്റാലിറ്റി, ഏവിയേഷൻ. അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്നൊരു മേഖലയാണ് ടൂറിസം. വാണിജ്യ വ്യാപാര രംഗത്തുണ്ടായ പുരോഗതിയും സാമൂഹ്യ ജീവിത മാറ്റങ്ങളുമെല്ലാം ഈ മേഖലയിൽ വലിയ പുരോഗതി ഉണ്ടാക്കിയിട്ടുണ്ട്. ലോക ടൂറിസം രംഗത്ത് മറ്റു മേഖലകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പുരോഗതിയിലുള്ള മേഖലകളിൽ 3ാം സ്ഥാനം ടൂറിസത്തിനാണ്. ഏഷ്യയിൽ 2ാം സ്ഥാനത്തായ ഈ മേഖലയിൽ കഴിഞ്ഞ വർഷം മാത്രം 7% വളർച്ചാ നിരക്ക് കാണിക്കുന്നു. ഇന്ത്യയിലെ ആകെ വരുമാനത്തിന്റെ 8 മുതൽ 9% വരെ നിൽക്കുന്നതും ടൂറിസം മേഖലയാണ്. ഏറ്റവും കൂടുതൽ പേർക്ക് ജോലി നൽകാൻ കഴിഞ്ഞ വ്യവസായം എന്ന നിലയിലും ലോകത്താകമാനം ടൂറിസം രംഗം അഭിനന്ദനാർഹമായ സ്ഥാനം നേടിയിരിക്കുന്നു. പണ്ട് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹം ആ നാട്ടിൽ മാത്രം അറിയപ്പെടുന്ന ഒരാളായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. പുള്ളി ഇന്ന് ഇവിടെ കാണാം, അല്ലെങ്കിൽ ഹൈദരാബാദ് കാണാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ മാറി മാറി യാത്ര ചെയ്യണം. എല്ലാ സ്ഥലങ്ങളിലുള്ള ഒരു ബോധവും എല്ലാം അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ഈ വ്യക്തിയുടെ യാത്രകൾ എന്ന് പറയുന്നത് വന്ന് ടൂറിസമായി ബന്ധപ്പെട്ടുള്ള യാത്രകളായി തീർന്നിരിക്കും. അപ്പോൾ ടൂറിസം ആയിട്ട് ബന്ധപ്പെട്ടുള്ള യാത്രകൾ, ടൂറിസം വളർന്നതോടുകൂടി ഏവിയേഷനും ഹോസ്പിറ്റാലിറ്റിയും ഒരുമിച്ച് വളർന്നിരിക്കുന്നു. ലോക പുരോഗതിയുടെ നട്ടലായി മാറിയ ഒരു മേഖലയാണ് ടൂറിസം. ഇതോടൊപ്പം തന്നെ വളർന്ന ഒരു മേഖലയാണ് ഹോസ്പിറ്റാലിറ്റി. ഹോട്ടലുകൾ, റിസോർട്ടുകൾ, ഹോം സ്റ്റേകൾ, ട്രാവൽ ആൻഡ് ടൂറിസം, ഈ മേഖലകളിലൊക്കെയുള്ള വളർച്ച അത്ഭുതകരമാണ്. വൻ ജോലി സാധ്യതകളാണ് ഇവ നമുക്ക് മുൻപിൽ വെച്ച് നീട്ടുന്നത്. വളർന്നു വരുന്ന ടൂറിസം മേഖലയ്ക്കൊപ്പം കരുത്തു നേടുന്ന സർവീസ് മേഖലയാണ് ഹോസ്പിറ്റാലിറ്റി. വൻകിട ഹോട്ടലുകൾ, റിസോർട്ടുകൾ തുടങ്ങി ഹോം സ്റ്റേകൾ വരെ നീണ്ടുകിടക്കുന്ന വ്യവസായത്തിന് ലക്ഷക്കണക്കിന് തൊഴിലാളികളെ ആവശ്യമുണ്ട്. പക്ഷേ ഇന്നത്തെ അവസ്ഥയിൽ ആവശ്യത്തിന്റെ 20% പോലും ഉദ്യോഗാർത്ഥികളെ കണ്ടെത്താൻ ഈ വ്യവസായത്തിന് സാധിക്കുന്നില്ല. ഈ മേഖലയിൽ പ്രൊഫഷണൽ വിദ്യാഭ്യാസമുള്ള ആളുകൾ ഇല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു കാര്യം. രണ്ടാമത്, ഇതിന് അകത്തുള്ള ഇഷ്ടംപോലെ സാധ്യതകളുണ്ട്. ജോലി സാധ്യതകൾ ഇഷ്ടംപോലെ ഉള്ളൊരു ഫീൽഡാണ് ടൂറിസം. എല്ലാവരും ഈ ഡോക്ടർ, എൻജിനീയർ എന്നുള്ള രീതിയിലാണ് പോകുന്നത്. പക്ഷേ അതിനേക്കാളും കൂടുതൽ
ചാൻസ്, അതിനോടൊപ്പം തന്നെ നല്ല ഒരു ചാൻസ് ഉള്ള ഒരു മേഖലയാണ് ടൂറിസം. ടൂറിസം, ഹോസ്പിറ്റാലിറ്റി മേഖലകളിലെ വളർച്ചയെക്കുറിച്ച് നാം മനസ്സിലാക്കി. ഇനി ഈ മേഖലകളിൽ എന്ത് കോഴ്സ് പഠിച്ചിറങ്ങിയാലാണ് പെട്ടെന്ന് ജോലി കിട്ടുക? ഒട്ടേറെ ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ നമുക്ക് മുന്നിലുണ്ട്. MBA, BBA, ഹോട്ടൽ മാനേജ്മെന്റ്, ടൂറിസം മാനേജ്മെന്റ് എന്നിങ്ങനെയുള്ള കോഴ്സുകൾ പഠിച്ചിറങ്ങിയാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ മേഖലകളിൽ ജോലി സാധ്യമാക്കാൻ കഴിയും. അപ്പോൾ ഈ ടൂറിസം രംഗത്ത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് MBA, ഇപ്പോൾ പുതിയ MBA ടൂറിസം ഉണ്ട്, അതുപോലെ ഡിപ്ലോമ ടൂറിസം ഉണ്ട്. ഇതെല്ലാം പഠിച്ചു വരുന്ന കുട്ടികൾക്ക് ഇനിയും വരുന്ന ഭാവിയിൽ നല്ല നല്ല നിലയിൽ ഈ ടൂറിസത്തിൽ തന്നെ എത്താം. ഇതുകൂടാണ്ട് ഇവിടെ തന്നെ നല്ല സ്ഥാനമാനങ്ങൾ കിട്ടും, ശമ്പളവും വളരെ ഭംഗിയായി കിട്ടുന്ന ഒരു മേഖലയാണ് ടൂറിസം. ടൂറിസം മേഖലയിൽ ജോലി നേടാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? എങ്കിൽ നോ കൺഫ്യൂഷൻ, ഏറ്റവും മികച്ച പ്രൊഫഷണൽ കോളേജസുകളിൽ നിന്ന് MBA, BBA തുടങ്ങിയുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം. വ്യത്യസ്തമായ ഒരുപാട് പ്രൊഫഷൻസ് ഇന്ന് വിദ്യാഭ്യാസ മേഖലയിൽ അവൈലബിൾ ആണ്. ഒരുപാട്, ഞാൻ പറഞ്ഞല്ലോ, അവസരങ്ങൾ വളരെ അധികമാണ്. നമ്മൾ നേരത്തെ കണ്ടിരുന്ന 4, 5 അല്ലെങ്കിൽ 10 മേഖലകളല്ല, തൊഴിൽ മേഖലകളല്ല, ഏകദേശം 600ഓളം തൊഴിൽ മേഖലകൾ ഇന്ത്യയിൽ ഇന്ന് അവൈലബിൾ ആണ്. ഇതിനൊക്കെ വേണ്ടിയുള്ള പ്രൊഫഷൻ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ള കോളേജുകളെ സമീപിക്കുന്ന കാര്യത്തിൽ കോളേജുകളുടെ വിശ്വസനീയത എപ്പോഴും ഒരു പ്രധാന ഘടകം തന്നെയാണ്. എങ്ങനെയാണ് നമ്മളൊരു നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ തിരഞ്ഞെടുക്കേണ്ടത്? കാരണം പല പുതിയ പ്രൊഫഷനുകളും നടത്തുന്നത് വിവിധതരം കോളേജുകളാണ്. ഈ കോളേജുകളുടെ വിശ്വസനീയത നമ്മൾ എങ്ങനെ കണ്ടെത്താം? ചില ഉദാഹരണങ്ങൾ, ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ വെക്കേണ്ടത് ഈ കോളേജുകളുടെ അഫിലിയേഷൻ തന്നെയാണ്. ഈ കോളേജുകൾക്ക് ഏതെല്ലാം യൂണിവേഴ്സിറ്റികളുമാണ് അഫിലിയേഷൻ ഉള്ളത്, യൂണിവേഴ്സിറ്റികളുമായി അഫിലിയേഷൻ ഉള്ള കോളേജുകളാണോ നമ്മൾക്ക് ഈ പ്രോഗ്രാം നമ്മളുടെ താല്പര്യാനുസരണം നമ്മൾ തിരഞ്ഞെടുത്ത പ്രോഗ്രാം ഓഫർ ചെയ്യുന്ന കോളേജുകൾക്ക് യൂണിവേഴ്സിറ്റി അഫിലിയേഷൻസ് ഉണ്ടോ? രണ്ടാമത്തെ കാര്യം, ഇവരുടെ പെർമനന്റ് ഫാക്കൽറ്റി, എത്രയധികം ഫാക്കൽറ്റി അവിടെ പെർമനന്റ് ആയിട്ട് ഫാക്കൽറ്റി പാനലിലുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ നോക്കുക. വിസിറ്റിംഗ് ഫാക്കൽറ്റികൾ ആരൊക്കെയാണ് വരുന്നത്? ഇനി അവിടെയുള്ള മറ്റു സൗകര്യങ്ങൾ, ഈ നമ്മൾ പറഞ്ഞെടുത്ത പ്രത്യേകിച്ച് സാങ്കേതിക മേഖലകളിലുള്ള ചില പരിശീലനങ്ങളാണെങ്കിൽ അത്തരം കോഴ്സുകൾ നൽകുന്ന കോളേജുകൾക്ക് അതിനുള്ള ലാബ് സൗകര്യങ്ങളും അതുപോലെയുള്ള ഈ വൈദഗ്ധ്യം നൽകാൻ ഉതകുന്ന സാങ്കേതികമായ ലാബുകളും അതുപോലെ തന്നെ സാഹചര്യങ്ങളും അവിടെ ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. ഏറ്റവും പ്രധാനമായ കാര്യം, ഇവരുടെ ഒരു ട്രാക്ക് റെക്കോർഡ് ഉണ്ടാവും. ഇവർ ഇത്ര അധികം വിദ്യാർത്ഥികളെ ഇതിനകത്ത് പരിശീലിപ്പിച്ചു കഴിഞ്ഞു, ഇതിൽ നിന്നും ഇത്രയധികം പേർക്ക് ഇവർ തൊഴിൽ നൽകിക്കഴിഞ്ഞു. അതായത് പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ ആ ഒരു മേഖല അവഗണിക്കാറുണ്ട്. കാര്യം കോഴ്സുകൾ നടത്തി സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ പുറത്തു പോയാൽ ഉടൻ തൊഴിൽ എന്നുള്ളതല്ല. നടത്തുന്ന സ്ഥാപനങ്ങളുടെ വിശ്വസനീയത അനുസരിച്ചാണ് തൊഴിൽ ദാതാക്കൾ അവിടെ എത്തുകയും ചിലപ്പോൾ ക്യാമ്പസ് ഇന്റർവ്യൂ പോലെയുള്ള കാര്യങ്ങൾ സംഘടിപ്പിച്ചതിന് ശേഷം അവർ അവിടെ നിന്നും ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നത്. ഇതൊക്കെ പ്രൊഫഷൻ ഓഫർ ചെയ്യുന്ന കോളേജുകളുടെ വിശ്വസനീയത നമ്മൾ മാനദണ്ഡമായി എടുക്കേണ്ടതാണ്. അതായത് ആ കോളേജുകൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ മനസ്സിൽ വെക്കേണ്ട ചില മാനദണ്ഡങ്ങളാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ടൂറിസം, ഹോസ്പിറ്റാലിറ്റി മേഖലയോടൊപ്പം അതിവേഗം വളരുന്ന മറ്റൊരു മേഖലയാണ് ഏവിയേഷൻ. ഏവിയേഷൻ രംഗത്തുള്ള കുതിച്ചുചാട്ടം വൻ തൊഴിലവസരങ്ങളാണ് നമുക്ക് മുൻപിൽ തുറന്നു വയ്ക്കുന്നത്. അതിരുകളില്ലാതെ വളരുന്ന വ്യവസായമാണ് ഏവിയേഷൻ. രാജ്യാന്തര ഏവിയേഷൻ ബിസിനസ് രംഗത്ത് 2017 10% വളർച്ചാ നിരക്ക് നേടാമെന്നാണ് കണക്കുകൾ പറയുന്നത്. യാത്രക്കാരുടെ എണ്ണവും ചരക്ക് ഗതാഗതത്തിലെ വളർച്ചയും 4 മടങ്ങായി ഉയരുമെന്നാണ് പ്രതീക്ഷ. ഈ മാറ്റത്തിന് മുന്നോടിയായി ഇപ്പോൾ തന്നെ എയർലൈൻ സർവീസുകളുടെ എണ്ണവും എയർലൈൻ കമ്പനികളുടെ എണ്ണവും വികസിച്ചു കഴിഞ്ഞു. 2015 കഴിയുമ്പോൾ 100-ലധികം പുതിയ എയർപോർട്ടുകളും അനുബന്ധ സർവീസുകളും ഇന്ത്യയിൽ മാത്രം ലക്ഷ്യമിടുന്നു. കേരളത്തിൽ മാത്രം 3 പുതിയ എയർപോർട്ടുകൾ ലക്ഷ്യമിടുന്നു. ഓരോ എയർപോർട്ടുകളിലും 2500 മുതൽ 4000 വരെ തൊഴിലവസരങ്ങൾ ഉണ്ടെന്നിരിക്കെ മൊത്തം ഉണ്ടാകാൻ പോകുന്ന തൊഴിലവസരങ്ങളെക്കുറിച്ച് ചിന്തിക്കാവുന്നതേയുള്ളൂ. പണ്ട് ഫ്ലൈറ്റ് കയറുന്ന വളരെ നോർമലായിട്ടുള്ള ആളുകളായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. നോർമൽ എന്ന് വെച്ചാൽ വളരെ അപൂർവമായ കുറച്ച് ആൾക്കാരാണ് ഫ്ലൈറ്റ് കയറുന്നത്. ഇപ്പം അങ്ങനെയല്ല, ഇഷ്ടംപോലെ ആളുകൾ. കാരണം ഫ്ലൈറ്റിൻ്റെയും ബസ്സിൻ്റെയും എല്ലാം ഫെയർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം ഇപ്പോൾ സമയലാഭം എല്ലാം നോക്കി എല്ലാവരും ഫ്ലൈറ്റ് യാത്ര പോലും ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഭാവിയിൽ എനിക്ക് തോന്നുന്നത് ഈ ട്രെയിൻ യാത്രയെക്കാളും കൂടുതലും ബസ് യാത്രയെക്കാളും കൂടുതൽ ഫ്ലൈറ്റിലായിരിക്കും ആളുകൾ യാത്ര ചെയ്യുക.
അപ്പം അത്രയും മോഡേണൈസായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ മനസ്സിലായില്ലേ, ഏവിയേഷൻ രംഗത്ത് ഒട്ടനവധി ജോലി സാധ്യതകളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. ഈ മാറ്റത്തിനൊപ്പം നമുക്കും നമ്മുടെ ഭാവി മാറ്റിയെടുക്കാം. ഈ പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് IIAAM ബാംഗ്ലൂർ, ആദിത്യ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബാംഗ്ലൂർ, ABMTR ബാംഗ്ലൂർ, സിംസ് ബാംഗ്ലൂർ, AJ ഏവിയേഷൻ അക്കാദമി ബാംഗ്ലൂർ. My name is Mahima. I'm from Delhi. I'm working with the airline as an in-flight manager. It's been more than 4.5 years with this company. I'm a student of IIAAM. IIAAM Foundation. Courses offered: BBM with Aviation, BCom with Aviation, BCA with Aviation and MBA with Aviation. വിശദ വിവരങ്ങൾക്ക് ഫോൺ 08032948811, മൊബൈൽ 7411222229, 9036197089, 9916516072, കേരള 9747163317. Scholarship www.iiam.in/register. Email iiamblr@gmail.com. ABMTR, Academy of Business Management, Tourism and Research. ABMTR, Hosur Main Road, Bangalore. ഏവിയേഷൻ മേഖലകളിൽ എന്തെല്ലാം തൊഴിലവസരങ്ങളാണ് ഉള്ളതെന്നും എങ്ങനെ ജോലി നേടാമെന്നും ഇന്ന് പലർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ പലരും ഈ മേഖലയിലേക്ക് കടന്നു വരുന്നുമില്ല. ഡിഗ്രി ഇല്ലാതെ ഏവിയേഷൻ മേഖലകളിൽ ഇനി ജോലി നേടാനാവില്ല എന്നാണ് വിദഗ്ധർ പറയുന്നത്. അതിനാൽ തന്നെ +2 വിദ്യാഭ്യാസമുള്ളവർ ഈ മേഖലയിലേക്ക് കടന്നു വരാൻ ഇപ്പോഴേ ശ്രമിക്കേണ്ടിയിരിക്കുന്നു. +2 വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ആർക്കും ഏവിയേഷൻ രംഗത്തേക്ക് കടന്നു വരാൻ കഴിയും. യൂണിവേഴ്സിറ്റി ഡിഗ്രിയോടൊപ്പം ഏവിയേഷൻ ഡിപ്ലോമ കോഴ്സുകൾ ചെയ്താൽ ഡിഗ്രിയും ഏവിയേഷൻ ജോലിയും നേടാം. ഡിഗ്രിയുള്ളവർക്ക് MBAയോടൊപ്പം ഏവിയേഷൻ ഡിപ്ലോമ നേടിയാൽ ഏവിയേഷൻ മാനേജ്മെന്റിലെ വിവിധ മേഖലകളിൽ ജോലി നേടാം. ഏവിയേഷൻ മേഖലകളിൽ നിങ്ങൾക്ക് ജോലി നേടണമെങ്കിൽ ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന IIAAM ഫൗണ്ടേഷൻ ഉണ്ട്. ഫൗണ്ടേഷൻ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ഏറെ സഹായകരമായിരിക്കും. 10-12 വർഷത്തിന് ശേഷം എയർ ഹോസ്റ്റസ് ക്യാബിൻ ക്രൂവിൽ നിന്നും പിരിഞ്ഞവർക്ക് പിന്നീട് ഡിഗ്രിയോ ഡിപ്ലോമയോ ഇല്ലാതെ ഈ രംഗത്ത് ജോലി സാധ്യതകൾ വിരളമാണ്. ഇപ്പോൾ നിലവിൽ എയർപോർട്ട് എയർലൈൻ കമ്പനികളിൽ ഡിഗ്രിയോ ഡിപ്ലോമയോ ഇല്ലാതെ ജോലി നോക്കുന്നവർക്കും പുതുതായി +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കും ഉന്നത പദവികൾ കയ്യെത്തിപ്പിടിക്കാൻ പ്രാപ്തരാക്കുന്ന രീതിയിലുള്ള പാഠ്യപദ്ധതിയുമായി ഒരു പുത്തൻ പാത തുറക്കുകയാണ് IIAM. പരമ്പരാഗത രീതിയിലുള്ള പാഠ്യരീതിയിൽ നിന്നും വ്യത്യസ്തമായി ഫുൾ ടൈം യൂണിവേഴ്സിറ്റി അംഗീകൃത റെഗുലർ ഡിഗ്രിയോടൊപ്പം 3 വർഷ ഏവിയേഷൻ ഡിപ്ലോമ ഡിഗ്രിയോടൊപ്പം തന്നെ അവസാന വർഷ വിദ്യാർത്ഥിക്ക് ജോലി നേടിക്കൊടുക്കുന്ന പാഠ്യരീതിയാണ് IIAMന്റെ. എയർലൈൻ ഹോസ്പിറ്റാലിറ്റി ആൻഡ് ടൂറിസം മാനേജ്മെന്റ് തുടങ്ങിയ വിഷയങ്ങളും അക്കാദമിക് സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമുകളും 100% പ്ലേസ്മെന്റും IIAM വിദ്യാർത്ഥികൾക്ക് ഉറപ്പു നൽകുന്നു. +2 സയൻസ്, ആർട്സ്, കൊമേഴ്സ് രംഗത്തുള്ളവർക്കായി ഏവിയേഷൻ മേഖലയിലേക്ക് ഒരു പ്രൊഫഷണൽ കോഴ്സ് നൽകുക എന്നതാണ് IIAMന്റെ ലക്ഷ്യം. ഇന്ത്യയിലുള്ള ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പാർട്ട് ടൈമായി ഡിപ്ലോമ കോഴ്സുകൾ നൽകുമ്പോൾ യൂണിവേഴ്സിറ്റി അംഗീകൃത റെസിഡൻഷ്യൽ കോഴ്സുകളോടൊപ്പം തന്നെ ഏവിയേഷൻ കോഴ്സുകളും IIAM നൽകുന്നു. പരമ്പരാഗതമായ MBA കോഴ്സിന്റെ സ്പെഷ്യലൈസേഷനോടൊപ്പം തന്നെ IIAM നൽകുന്ന ഏവിയേഷൻ കോഴ്സുകൾ, അതായത് MBA വിത്ത് ഏവിയേഷൻ, മികവുറ്റ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡുള്ള ഏവിയേഷൻ മാനേജേഴ്സിനെ വാർത്തെടുക്കാൻ സാധിക്കുന്നു. ഏവിയേഷൻ പാർട്ട് ടൈം ആൻഡ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കോഴ്സുകൾക്കായി ബാങ്ക് ലോൺ ലഭിക്കാതെ വരുന്ന വിദ്യാർത്ഥികൾക്കായി IIAMന്റെ സ്കോളർഷിപ്പും നാഷണലൈസ് ബാങ്കിന്റെ ലോണോടും കൂടി കുറഞ്ഞ ചെലവിൽ പഠിക്കാനുള്ള സുവർണ അവസരമാണ് IIAM നൽകുന്നത്. ഏത് ശ്രേണിയിലുള്ള ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കും MBA വിത്ത് ഏവിയേഷൻ ആൻഡ് MIB മാസ്റ്റർ ഓഫ് ഇന്റർനാഷണൽ ബിസിനസ് വിത്ത് ഏവിയേഷനും ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് ഫുൾ ടൈം കോഴ്സുകൾക്കും മഹാത്മാഗാന്ധി അംഗീകൃത പാർട്ട് ടൈം MBA കോഴ്സുകൾക്കും അപേക്ഷിക്കാം. 2014-2015 വർഷങ്ങളിൽ കേരളത്തിലും മറ്റ് ഇതര സംസ്ഥാനങ്ങളിലുമായി എയർപോർട്ടുകളോടനുബന്ധിച്ചുള്ള 10ഓളം കോളേജുകളിൽ ഈ കോഴ്സ് ആരംഭിക്കാനാണ് IIAM ലക്ഷ്യമിടുന്നത്. IIAAM Bangalore, Institute of Indian Aviation and Allied Management Studies. Courses offered: BBM with Aviation, BCom with Aviation, BCA with Aviation and MBA with Aviation. Free MBA Aviation and BBM with Aviation for pilots, airport staffs and who working in allied services of aviation industry.
IIAAM ഫൗണ്ടേഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കോളേജുകളിൽ പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് IIAAM ഫൗണ്ടേഷൻ നൽകുന്ന സ്കോളർഷിപ്പും 100% ലോണും 100% പ്ലേസ്മെന്റും ഉറപ്പു നൽകുന്നു. IIAAM Foundation, Institute of Indian Aviation and Allied Management Studies, Bangalore. വിശദ വിവരങ്ങൾക്ക് ഫോൺ 08032948811, മൊബൈൽ 7411222229, 9036197089, 9916516072, കേരള 9747163317. Scholarship www.iiam.in/register. Email iiamblr@gmail.com. ഏറ്റവും മികച്ച കോളേജുകളെയും ഏറ്റവും മികച്ച കോഴ്സുകളെയും പരിചയപ്പെടുത്തുന്ന എഡ്യൂക്കേഷൻ ഫോർ യുവിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വിവരങ്ങളും കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ. ഈ പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് IIAAM ബാംഗ്ലൂർ, ആദിത്യ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബാംഗ്ലൂർ, ABMTR ബാംഗ്ലൂർ, സിംസ് ബാംഗ്ലൂർ, AJ ഏവിയേഷൻ അക്കാദമി ബാംഗ്ലൂർ. My name is Mahima. I'm from Delhi. I'm working with the airline as an in-flight manager. It's been more than 4.5 years with this company. I'm a student of IIAAM. IIAAM Foundation. Courses offered: BBM with Aviation, BCom with Aviation, BCA with Aviation and MBA with Aviation. വിശദ വിവരങ്ങൾക്ക് ഫോൺ 08032948811, മൊബൈൽ 7411222229, 9036197089, 9916516072, കേരള 9747163317. Scholarship www.iiam.in/register. Email iiamblr@gmail.com. ABMTR, Academy of Business Management, Tourism and Research. ABMTR, Hosur Main Road, Bangalore. മികച്ച കോഴ്സുകൾ, മികച്ച കോളേജുകൾ, മികച്ച പരിശീലനങ്ങൾ, വിവിധ സ്കോളർഷിപ്പുകൾ, മികച്ച ലോൺ സൗകര്യങ്ങൾ, മികച്ച പ്ലേസ്മെന്റുകൾ, വിശേഷങ്ങളുമായി എഡ്യൂക്കേഷൻ ഫോർ യു എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും നിങ്ങളുടെ ജീവൻ ടിവിയിൽ. ഈ പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് IIAAM ബാംഗ്ലൂർ, ആദിത്യ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബാംഗ്ലൂർ, ABMTR ബാംഗ്ലൂർ, സിംസ് ബാംഗ്ലൂർ, AJ ഏവിയേഷൻ അക്കാദമി ബാംഗ്ലൂർ,